ഞാൻ ഇതിനെ കാണുന്നത് സ്ത്രീകൾക്ക് നൽകുന്ന ഒരു ഔദാര്യമായിട്ടല്ല. സ്ത്രീകൾക്ക് അഭിമാനത്തോടു കൂടി സർക്കാരിന്റെ ഒരു വണ്ടിയിൽ യാത്ര ചെയ്യാൻ കഴിയുക. ബസ് വന്നാൽ കാശ് കുറഞ്ഞ ട്രാൻസ്പോർട്ടിൽ തള്ളിക്കയറണം. എന്നാൽ തൊട്ടപ്പുറത്ത് കുട്ടിയെ ചേർക്കുന്നത് ഫീസ് കൊടുക്കുന്ന സ്കൂളിലാണ്. അസുഖം വന്നാൽ പ്രൈവറ്റ് ആശുപത്രി പോകാൻ പേടിയാണ്. മറ്റ് പ്രിയദർശിനി കാത്തു നിന്ന് തിക്കി തിരക്കി ആളുകൾ പോകുന്നത്. പ്രൈവറ്റ് ഹോസ്പിറ്റലിൽ ചികിത്സിപ്പിക്കേണ്ടി വന്നാൽ ചികിത്സിപ്പിക്കും. അവരുടെ മാതാപിതാക്കളുടെ കാര്യമാണ് അവരുടെ മക്കളെ ഏത് സ്കൂളിൽ പഠിപ്പിക്കണമെന്നുള്ളത്. അത് സാറും സാറിൻ്റെ മുഖ്യമന്ത്രിയും തീരുമാനിക്കേണ്ടതല്ലല്ലോ. അവകാശം എന്നുള്ള രീതിയിലാണ് ഓരോ സ്ത്രീകളും പ്രിയദർശിനിയിൽ കയറുന്നത്. അത് ആരുടെ ഔദാര്യമല്ല. വി.ഡി. സതീശൻ സർക്കാർ നടപ്പിലാക്കിയ പദ്ധതി, ജെൻഡർ പദ്ധതിയാണ് പ്രിയദർശിനി. അതിൽ പാവപ്പെട്ടവൻ മാത്രം കയറാവുള്ളൂ എന്ന് എവിടെ എഴുതി വെച്ചിട്ടുള്ളത്? അങ്ങനെയാണെങ്കിൽ ആ പദ്ധതി എന്തിനാ ഒരു ജെൻഡർ പദ്ധതി എന്നുള്ള രീതിയിൽ നടപ്പിലാക്കിയത്? പിന്നെ സാറ് പറയുന്നത് ആ ബസ്സിൽ കയറാൻ വേണ്ടി സ്ത്രീകൾ ദാരിദ്ര്യം അഭിനയിക്കുകയാണെന്നാണ്. അതെന്തടിസ്ഥാനത്തിലാണ്? സ്ത്രീകളോട് ഇത്രയും മോശമായിട്ട് സംസാരിച്ച് അവരുടെ ആത്മാഭിമാനത്തെ ചോദ്യം ചെയ്തിട്ട് സ്ത്രീകളോട് സാമാന്യ മര്യാദയിൽ ഒരു ഖേദം പ്രകടിപ്പിക്കാൻ പോലും നിങ്ങളുടെ സർക്കാരിന് പറ്റുന്നില്ലേ?